ഹായ് ഹലോ. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 4 വിശേഷങ്ങളായിട്ട് ഇന്ന് പറയാൻ പോകുന്നത് എപ്പിസോഡ് 5. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ബിന്നി പതുക്കെ വെളുപ്പിനൊരു 7-7:30 ആ സമയമായപ്പോഴേക്കും പതുക്കെ നമ്മുടെ അക്ബറിനെയും അപ്പാനെയും വിളിച്ചിട്ട് നമുക്ക് ശൈത്യ ഉറങ്ങുന്നുണ്ട്, ശൈത്യനെ നമുക്ക് പിടിച്ച് ആ റെഡ് സോണിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അവർ പതുക്കെ ചെന്ന് ശൈത്യനെ കട്ടിലോടെ പൊക്കി റെഡ് സോണിൻ്റെ മാർക്കിലേക്ക് കടക്കുമ്പോഴേക്കും എങ്ങനെയാണ് ശൈത്യം ഉണർന്നു. അതോടെ അവർ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോഴേക്കും കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ ചാടി എണീറ്റും അവരെല്ലാവരും അറിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോർണിംഗ് സോങ് പിസ്ത സുമാക്കിര സോമായ ആ പാട്ടാണ് കേട്ടോ, നമ്മുടെ പിസ്ത പാട്ട്. അതാണ് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ ഷാനവാസ് അനീഷിൻ്റെ പുറകെ നടന്ന് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അനീഷ് ഇപ്പോൾ അവിടെ എന്താണ് സ്റ്റേ അവേ ഫ്രം മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, ഇയാളാണെങ്കിൽ ഷാനവാസ് പുറകെ നടന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഷാനവാസിന് അനീഷിൻ്റെ ആ ഒരു കളി മനസ്സിലായി തോന്നുന്നു. അനീഷിൽ ഇത്ര ദിവസം എല്ലാവരും ഹൗസിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സെയിം വഴിയാണ് നമ്മുടെ ഷാനവാസ് എടുത്തിട്ടുണ്ട്. ഷാനവാസ് അനീഷിനെ പുറകെ നടന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേണുസുതി അവിടെ നിന്ന് കംപ്ലയിൻറ്റ് പറയണേ, എന്നാലും എന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിളിച്ചല്ലോ അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വിധവയല്ലേ, ഒരു സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ഞാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനുമോള് വേഗം അത് കട്ട് ചെയ്ത് അനുമോള് പറഞ്ഞു, ആര് പറഞ്ഞു രേണു ചേച്ചി അങ്ങനെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചു അല്ലെങ്കിൽ വിധവകളെ പ്രതിനിധീകരിച്ചു എന്നൊന്നും പറഞ്ഞു ഒന്നും വരണ്ട, ചേച്ചീനെയാണ് പറഞ്ഞത്, ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ് അതിനെ വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് സ്ത്രീകളെ ഒന്നും അയാളൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഉള്ളത് മോർണിംഗ് ആക്ടിവിറ്റിയാണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിയുടെ പേര് വാക്ക് പോര് എന്നാണ്. ഈ ബാഡ്ജ് 3 പേരുടെ കയ്യിലും ബാഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഇവർക്കും പിന്നെ അതുപോലെ തന്നെ വേറെ 3 പേർക്ക് ഹൗസിലുള്ളവർ സെലക്ട് ചെയ്തിട്ടുള്ള 3 പേർക്ക് ഈ ബാഡ്ജിന് എന്തുകൊണ്ട് ഈ 3 പേര്, അതായത് ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ എന്തുകൊണ്ട് ബാഡ്ജിന് യോഗ്യരാണ് എന്ന് പറയണം. പിന്നെ മറ്റേ ബാഡ്ജുള്ള ആൾക്കാർ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ബാഡ്ജ് വേണം എന്നുള്ള രണ്ടുപേരും അങ്ങനത്തെ ഒരു ഡിബേറ്റ് പോലത്തെ ആയിരുന്നു വാക്ക് പോരെന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് വാക്ക് പോരിൽ വന്നത് നമ്മുടെ ഗസയിലും നെവീനുമാണ് കേട്ടോ. ഗസയിൽ വന്നിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഫുൾ ദേഹം മുഴുവൻ വൂണ്ടായി, ഞാൻ കുറേ ഫൈറ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗസയിൽ കുറേ പറയുന്നുണ്ട്. അപ്പം നെവീൻ വന്നിട്ട് ഞാനും ഗെയിമൊക്കെ കളിച്ചു, എനിക്കും കുറേ ഉണ്ടായി, എനിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ, എനിക്ക് മെയിനായിട്ട് വേണ്ടത് എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ, ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, എനിക്ക് പ്രോപ്പറായിട്ട് നല്ല ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് നടത്താൻ, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പക്ഷേ ചോരക്കാരുടെ ഇറക്കില്ല, ഇത് ബിഗ് ബോസ് ഹൗസാണ്, ചോരക്കളികളൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അതുകൊണ്ട് ചോരക്കാർഡൊന്നും എന്നെക്കൊണ്ട് ഇറക്കാൻ പറ്റില്ല, നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, നിൻ്റെ കയ്യിൽ ബാഡ്ജ് ഉണ്ടായിരുന്നിട്ട് നിനക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, അപ്പോൾ അത് നിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രോബ്ലം അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനകത്ത് നവീനാണ് വിൻ ചെയ്തത്. നവീൻ എൻ്റെ ഡ്രസ്സ് എവിടെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നു കേട്ടോ. പിന്നെ അടുത്ത ഡിബേറ്റിനുണ്ടായിരുന്നത് ശാരികയും ആദില ആൻഡ് നൂറയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിൽ ശാരിക പറഞ്ഞത്, ഞാൻ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്തോരം കോസ്മെറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവർ രണ്ടും കൂടെ 2 പേരല്ലേ അപ്പോൾ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഇവർക്കൊരു പാർട്ടിസിപ്പേഷനും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആദിലയും നൂറയും തിരിച്ചും കുറേ പോയിൻറ്റ്സൊക്കെ പറയുന്നത്, ഇവരൊരു എഫോർട്ടും എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ടൈമിൽ മാത്രം എന്തോ ചെറുതായിട്ടൊന്ന് ഗെയിം കളിച്ചു എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് എവിടെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആദിലയും നൂറയാണ് വിൻ ചെയ്തത്. പിന്നെ അടുത്തത് ഒനയിലും പിന്നെ ആര്യനും ആയിരുന്നു. അതിൽ ഒനയിൽ പറഞ്ഞത്, ഞാനാണ് ഇത്രയും 10-20 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത്, അത് കുറച്ച് സാധനങ്ങളുള്ളൂ നമുക്ക്, അത് വെച്ചിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ആര്യനാണെങ്കിൽ ഇവൻ ടീമിനെ ചതിച്ചതാണ്, അതായത് മറ്റേ അക്ബർ ഇന്നലെ ആര്യനെയാണല്ലോ ഗെയിമിന് വേണ്ടി സെലക്ട് ചെയ്തത്, മറ്റേ ഗോൾഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് അവരൊക്കെ ഡിബേറ്റ് ഉണ്ടായിട്ട് ഒരാളെ ചൂസ് ചെയ്യണം നോമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അക്ബറിനെ ചൂസ് ചെയ്തു. അപ്പോൾ അത് പോയിന്റ് ചെയ്തിട്ടാണ് പറയുന്നത്, നീ നിൻ്റെ ടീമിനെ ചതിച്ചു, അപ്പോൾ അതുകൊണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ബാഡ്ജിന് പറ്റിയ ആളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആര്യം പറഞ്ഞു, ഈ മറ്റേ കുക്കിങ്ങൊക്കെ എല്ലാം ഓക്കെ, പക്ഷേ വാഷ്റൂം ക്ലീൻ ചെയ്യലും അതുപോലെ തന്നെ ഓക്കെയാണ്, ഇത്രയും 10-20 ആൾക്കാർ യൂസ് ചെയ്യുന്ന വാഷ്റൂമാണ്, അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാൻഡാണ്, എൻ്റെ ബാൻഡ് കാണാതായപ്പോൾ ഞാൻ ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കി, ഞാനാണ് ഏറ്റവും അതിന് യോഗ്യനായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആര്യനാണ് ആ ഡിബേറ്റിൽ ജയിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഇത് ഗസലിൻ്റെ അത് പോയല്ലോ. ഗസൽ നവീനെ ചെയ്തതിൽ നവീനാണ് ജയിച്ചത്. അപ്പോൾ ഗസലിന് ആകെ വിഷമമായി. ഗസലിന് മേക്കപ്പ് ഇല്ലാതെ ഡ്രസ്സിലാണ്ട് ആലോചിക്കാൻ പോലും വയ്യ. ഗസൽ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ മലയാളം അറിയില്ല, എൻ്റെ മലയാളം കുറച്ച് എനിക്കറിയുള്ളൂ, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ഡിബേറ്റിലാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ടാണ് നവീന് പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ശാരിക വന്നിട്ട് ഇത് മലയാളം ബിഗ് ബോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ വരും എന്നറിയാമല്ലോ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മലയാളം ബിഗ് ബോസിൽ വന്നത്, പിന്നെന്താ ഇപ്പോൾ ഇത്രയ്ക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പറയണമായിരുന്നു. അപ്പോൾ ഗസൽ നിങ്ങളുടെ പോലെ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ നിങ്ങളുടെ പോലെ വഴ അങ്ങനെ മലയാളം സംസാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഗസയിലും കുറേ ഇങ്ങോട്ട് പറയണ്ടായിരുന്നു. എന്തായാലും ഗസേലിന് ഭയങ്കര വിഷമമായി. പക്ഷേ ഗസേൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ഹൗസിൽ എല്ലാ ലേഡീസും ജെൻസും മേക്കപ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ കൊടുത്ത ഡ്രസ്സ് കൊടുത്തൊരു യൂണിഫോം ഇട്ടിട്ടാണ് നടക്കുന്നത്. എല്ലാവരും അത് ബാധിക്കുന്നതാണ്. ഒരു ദിവസം പോലും ഇവർക്ക് മേക്കപ്പ് ഇല്ലാതെ പറ്റില്ല ഗസേലിന്. അത് ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ പുള്ളിക്കാർക്ക് അത് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നവീൻ ചെന്നിട്ട് ഗസലിനടുത്ത് പറഞ്ഞു, നിനക്ക് അത് പ്രശ്നമായില്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതെ നിൻ്റെ ബാൻഡ് ആരാ എടുത്തതെന്നറിയോ, എനിക്കറിയാം, അത് അക്ബറാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗസലിന് അപ്പോൾ കുറച്ച് ഗസൽ അത് കുഴപ്പമില്ല, അക്ബറല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീയാണല്ലേ എടുത്തത്, വെറുതെ അല്ല നിനക്ക് ഗോൾഡ് കിട്ടിയിട്ടും നിനക്ക് നോമിനേഷനിൽ വരേണ്ടി വന്നത്, കർമ്മയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗസയിൽ അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പം അക്ബർ പറഞ്ഞാൽ അതിന് ആ ഗോൾഡ് കോയിനൊക്കെ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഈ ബാഡ്ജ് കിട്ടിയത്. ഈ ബാഡ്ജാണെങ്കിൽ എനിക്ക് ജസ്റ്റ് അവിടെ എനിക്ക് ജസ്റ്റ് ആ ലൂസായിട്ട് അവിടെ കിടന്ന് നീ സൂക്ഷിക്കാതെ കൊണ്ട് എനിക്ക് അവിടെ നിന്ന് കിടന്ന് കിട്ടിയതാണ് ബാഡ്ജ്. അപ്പോൾ പിന്നെ എനിക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ നവീൻ ചെന്നിട്ട് ഒരു ക്യാമറയുടെ ചോട്ടിൽ നിന്നിട്ട് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, എനിക്കിങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് മതിയായി, പ്ലീസ് ബിഗ് ബോസ് എനിക്ക് എൻ്റെ ഡ്രസ്സ് തിരിച്ചു വേണം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളനായത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഈ ക്യാമറ എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ പറഞ്ഞിട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനു പറയേണ്ടത് ഈ അക്ബറിക്കയുടെ നോട്ടമൊന്നും ശരിയല്ല, എനിക്കത് അത്ര നല്ല ആളായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം എല്ലാവരെയും നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് സോഫയിൽ ഇരുത്തുന്നുണ്ട്. അതിനുശേഷം ഗസലിനടുത്ത് എണീക്കാൻ പറഞ്ഞു. ഗസലിനടുത്ത് ചോദിച്ചു, ഗസൽ ഞങ്ങളെല്ലാവരും മണ്ടന്മാരാണെന്ന് ഗസലിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗസലിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഇവിടെ ആരുടെടുത്തും മേക്കപ്സ് ഒന്നും നമ്മൾ അലൗഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഓൺ സാധനങ്ങൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗസലിന് എങ്ങനെയാണ് ഈ മേക്കപ്പ് കിട്ടിയത്? പിന്നെ അതുപോലെ ഈ ഡ്രസ്സ് എന്താ ചേഞ്ച് ചെയ്യാത്തത്? നമ്മൾ എല്ലാ സാധനങ്ങളും തിരിച്ച് വെക്കാൻ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾക്ക് മാത്രമേ ഈ ഡ്രസ്സ്, അത് ഞാൻ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചേഞ്ചിങ് റൂം അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണെന്നൊക്കെ അവർ കുറേ റീസൺസ് ഒക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും അതെല്ലാം റോങ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ അഗെയിൻസ്റ്റ് തന്നെ സംസാരിച്ചത്. പിന്നെ അതിനുശേഷം വീക്ക്ലി ടാസ്ക് വന്നു. വീക്ക്ലി ടാസ്ക് ഡേ 2 വീക്ക്ലി ടാസ്ക് ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി, അതാണ് കേട്ടോ. ഇതിൽ 3 തരത്തിലുള്ള ടാസ്ക്കാണുള്ളത്. അതിൽ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടിലും 3 പേഴ്സൺസിന് കളിക്കാൻ പറ്റും, തേർഡ് റൗണ്ടിൽ 2 ആൾക്കാർക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോഡിയത്തിൽ റെഡ് കോയിൻസ് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൽ കൂടി ഇവർ കൈയിട്ടിട്ട് വേണം റെഡ് ബോൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഫസ്റ്റ് വന്നത് നമ്മുടെ ഗസേലും റെനയും ബിന്നിയാണ് വന്നത് കേട്ടോ. അതിൽ ഗസേലിനും റെനയ്ക്കും 14 കോയിൻസും പിന്നെ ബിന്നിക്ക് 13 കോയിൻസ് കിട്ടിയത്. പിന്നെ ഷാനവാസ്, അബി, അനീഷാണ്. അതിൽ ഷാനവാസിന് 15ഉം അബിക്ക് 18ഉം പിന്നെ അനീഷിന് 12 കോയിൻസാണ് കിട്ടിയത്. പിന്നെ തേർഡ് റൗണ്ടിൽ തേർഡ് ഉണ്ടല്ലോ, അതിനകത്ത് അക്ബറും ആര്യയും. അക്ബറിന് 23ഉം 17ആണ് ആര്യയ്ക്കും. ഇതിനകത്ത് ഇന്നലെ കോയിൻസ് ഒന്നും കിട്ടാത്ത ആൾക്കാർ ഔട്ടാണ് കേട്ടോ. കോയിൻസ് ഇന്നലെ വിൻ ചെയ്ത ആൾക്കാർ മാത്രമാണ് ഈ ഗെയിമിനകത്ത് ഇന്നായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ്. ഇതിനകത്ത് അക്ബറാണ് കേട്ടോ വിൻ ചെയ്തത്. അക്ബറും ഷാനവാസ്, ആര്യൻ, അക്ബർ ഇവരാണ് വിന്നേഴ്സ്. അതിൽ അക്ബറാണ് മെയിൻ വിന്നർ. കഴിഞ്ഞ ഗെയിമിൽ ഷാനവാസിനായിരുന്നു ഗോൾഡ് കോയിൻ കിട്ടിയത്. അപ്പോൾ ഷാനവാസിനെ ഒരാളെ സെലക്ട് ചെയ്യാം, എന്നിട്ട് അയാൾ ഇതുപോലെ ഗെയിം കളിച്ച് ഗോൾഡ് കോയിൻ വിൻ ചെയ്യണം. അതാണ് അടുത്ത ഗെയിം ഉള്ളത് കേട്ടോ. ഇവിടെ ഉള്ളത് ബ്ലാക്ക് കോയിന് പകരം ഒരു ഡെസ്റ്റിനി കോയിനാണ്. ഗോൾഡ് കോയിനും ഒരു ഡെസ്റ്റിനി കോയിനുമാണ് ഉള്ളത്. ഫസ്റ്റ് വിന്നർ അക്ബറും പിന്നെ സെക്കൻഡ് വിന്നർ അഭിലാഷും. അപ്പോൾ അതിനകത്ത് അവർ ഡെസ്റ്റിനി കോയിനും ഒരു ഗോൾഡ് കോയിനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അക്ബറിന് ഏത് കോയിനാണ് വേണ്ടതെന്ന് ചോദിക്കുക. ഗോൾഡ് കോയിൻ വേണോ അല്ലെങ്കിൽ ഡെസ്റ്റിനി കോയിൻ വേണോ എന്ന് ചോദിക്കുക. അക്ബർ ഡെസ്റ്റിനി കോയിൻ സെലക്ട് ചെയ്തു. അപ്പം മറ്റേ ഗോൾഡ് കോയിൻ അഭിലാഷിനും കിട്ടി. അങ്ങനെ ഈ ഡെസ്റ്റിനി കോയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
അവർക്കൊരു പവർ കൊടുത്തു. എന്താ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഇവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു കട്ടിൽ പുറത്തിട്ടിട്ട് അതിനകത്ത് ഒരാൾ മാത്രം കിടക്കുക, ബാക്കിയുള്ളവർ കാവലിരിക്കുക എന്ന് പറഞ്ഞിട്ട് ടാസ്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ടാസ്കിലുള്ള ഒരാളെ ഈ അക്ബറിന് അകത്താക്കാം, ഹൗസിൻ്റെ ഇന്നാക്കാം, ഹൗസിൻ്റെ അകത്തുള്ള ഒരാളെ ഈ ടാസ്കിലേക്ക് ആക്കുകയും ചെയ്യാം. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഷാനവാസിനെയാണ് ആ ടാസ്കിൽ നിന്ന് മാറ്റിയിട്ട് അകത്തേക്ക് ഇട്ടത് നമ്മുടെ അക്ബർ. പിന്നെ അതുപോലെ അകത്തുണ്ടായിരുന്ന ആളിൽ രഞ്ജിത്തിനെയാണ് തിരിച്ച് ഇതിലേക്ക്, മുൻഷി രഞ്ജിത്തിനെയാണ് തിരിച്ച് ടാസ്കിലേക്ക് ഇട്ടത് കേട്ടോ. പിന്നെ ഗോൾഡ് കോയിൻ കിട്ടിയ ഗോൾഡ് കോയിൻ്റെ പവറിൽ അഭിലാഷിന് ആരെങ്കിലും നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസിനെയാണ് അഭിലാഷ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടത്. പിന്നെ ബിഗ് ബോസ് ഇവർക്ക് എല്ലാവർക്കും ഒരു ലാസ്റ്റ് വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ബിഗ് ബോസ് പറഞ്ഞ ഒരു ഇൻസ്പെക്ഷൻ നടക്കാൻ പോവാണ്. അപ്പം അനീഷാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റൻ എല്ലാവരെയും വിളിച്ചിട്ട് ആരുടെയൊക്കെ കയ്യിലാണ് ഈ അവരുടെ പേഴ്സണൽ സാധനങ്ങളുള്ളത്, ഇനിയുണ്ടെങ്കിൽ ലാസ്റ്റ് വാർണിംഗ് ആണ്, അപ്പോൾ അത് ആൾക്കാരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലാരിഫൈ ചെയ്യാതെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഷാനവാസ്, ബിന്നി, ഗിസേൽ ഇവർക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അനീഷ് ഷാനവാസിനെ തിരിച്ച് ചൊറിയാൻ തുടങ്ങി. ഇവൻ ചതിയനാണ്, ഇവൻ കയ്യിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് കിടക്കണം, ഇവൻ ചതിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞും ഷാരികയും അക്ബറും കൂടെ ഒരു സംസാരം ഉണ്ടായി. അക്ബർ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയാം, നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അപ്പം ഷാരികയ്ക്ക് ദേഷ്യം വന്നു. ഷാരിക പറഞ്ഞു, നിങ്ങളെന്താ ഷാനവാസും സെയിം കാര്യം ചെയ്തല്ലോ, അന്ന് ഓരോരുത്തർക്കും ഓരോ നീതിയുള്ളത്, എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഷാരികയും തിരിച്ച് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിനെ പറ്റി നമ്മുടെ അക്ബറും അക്ബാനിയും കൂടെ സംസാരിക്കണം. അക്ബറും അക്ബാനിയും കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് വന്നിട്ട്, ഞാൻ മറ്റേ പുകഞ്ഞ പുള്ളി പുറത്ത്, ഇപ്പോൾ അകത്തായല്ലോ, ഹൗസിൻ്റെ അകത്തായല്ലോ ഷാനവാസ്, അപ്പോൾ പറയണം, ഞാൻ ആ പുകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ള ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് ഡേ അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ, പിന്നെ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ല, ഞാൻ ഉറങ്ങണ പോലെ ജസ്റ്റ് ആക്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഷാരിക എൻ്റെ തല പോക്കണമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു, നിങ്ങൾ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കണം, നിങ്ങൾക്ക് ഭയങ്കര ഉറക്കമാണെന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത്, അത് ഞാൻ വെറുതെ ആക്ട് ചെയ്താന്ന് പറഞ്ഞു. ആഹാ, അത് ശരി, നിങ്ങൾ ആക്ട് ചെയ്ത് എങ്ങനെ സമയം, അപ്പോൾ നമ്മളൊക്കെ മണ്ടന്മാരായ, നിങ്ങൾ ശരിക്കും ഉറങ്ങുക തന്നെയായിരുന്നു, നിങ്ങൾ കൂർക്കമണിക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പിന്നെ ഞാൻ ബെസ്റ്റ് ആക്ടറാണ്, ഞാൻ സീരിയലിലെ ബെസ്റ്റ് ആക്ടറാണ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കൂർക്കം വലിച്ച പോലെയൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ഉണർന്ന് തന്നെ ഇരുന്നു, അല്ലെങ്കിൽ പിന്നെ ശാരീരിക വന്ന് തല പൊക്കുമ്പോഴേക്കും ഞാനറിയില്ല, അത്രയും ഞാൻ ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ ബിൻസി ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട്, ബിൻസിയും ശൈത്യമൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ബിൻസിക്ക് നല്ല ദേഷ്യം വന്നു, ഇത് ഇരട്ടത്താപ്പാണ് ഈ ചെയ്യണത്, നിങ്ങളവിടെ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കാവലിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങളൊക്കെ മണ്ടന്മാരായില്ലേ, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മളൊരു എല്ലാവരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചതിയാണ് ഞങ്ങളടുത്ത് ചെയ്തത്, എത്ര ദിവസത്തെ ഞങ്ങളുടെ ഉറക്കം പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഷാനവാസ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളൊക്കെ വിശ്വാസം തന്നെയാണ്, എന്നാലും എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസും കുറേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബിന്നിയും ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അക്ബർ വന്നിട്ട്, അവനൊരിക്കലും എനിക്ക് ഷാനവാസിനെ പറ്റി പറയാണ്, ഈ ഷാനവാസിനെ ഒരിക്കലും ഒരു ഹീറോ ആയിട്ട് കാണാൻ എനിക്കിഷ്ടമല്ല, അവൻ ഇവിടെ വന്നിട്ട് എന്നെ പറയാം, ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഉറങ്ങാതെ വന്നാണ്, ഞാൻ ആ ഗെയിം ജയിച്ചു, എന്നെ ഔട്ടാക്കാൻ ആർക്കും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര സ്റ്റൈൽ കാണിക്കുന്നത്, എനിക്കങ്ങനെ ഒരു ഹീറോ ആയിട്ട് അവനെ കാണാനേ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഗെയിം ഫുള്ളാക്കുന്നതിന് മുമ്പ് അവനെ അകത്തേക്ക് ഇട്ടത്, എന്നിട്ട് അടുത്താളെ പുറത്തേക്ക് ഇട്ടത്. അപ്പോൾ ബിന്നിയും ശൈത്യമൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ല ചേട്ടൻ, അത് ചെയ്തതിനൊന്നും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അക്ബർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബിന്നി അതെ ഇയാളെ വിശ്വസിക്കാനൊന്നും പറ്റൂല കേട്ടോ, അയാളും കണക്കൊക്കെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിശ്വാസമില്ല കേട്ടോ. പിന്നെ എന്നിട്ട് നവീന് ഗസലിൻ്റെ അടുത്ത് പറയാം, ഗസലെ നീ മലയാളി ഗൈസിനെ ആരുടെങ്കിലും ഡേറ്റ് ചെയ്യണത് എനിക്കിഷ്ടമല്ല, നീ പുറത്ത് പോയി എന്തെങ്കിലും ചെയ്തു, പക്ഷേ ഈ ഹൗസിൻ്റെ അകത്ത് ഞാനുള്ളപ്പോൾ നീ വേറെ ഗൈസിനെ ഒന്നും മല്ലു ഗൈസിനെ ഒന്നും ഡേറ്റ് ചെയ്യണത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ നവീനായിട്ട്. അതൊരു ലവ് സ്ട്രാറ്റജിയുടെ സ്റ്റാർട്ടിങ് ആണോ എന്നറിയില്ല, നമുക്കത് കണ്ടറിയാം. പിന്നെ ബിന്നി വന്നിട്ട് കംപ്ലൈൻറ്റ് പറയണ്ട, നമ്മുടെ ഇനിയിപ്പം ഈ ഗോൾഡല്ല, നമ്മുടെ അക്ബർ വിൻ ചെയ്തല്ലോ, സെക്കൻഡ് ടാസ്ക് വിൻ ചെയ്തു 37 കോയിൻസ് വെച്ചിട്ട്. അപ്പോൾ അക്ബറിന് ഒരു ഇത് കിട്ടിയത്
പണിപ്പുരയിൽ അക്ബറിന് കയറാം. അക്ബറിന് കയറിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. അത് നാളെയാണ് കേട്ടോ ടാസ്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബിന്നി വന്നിട്ട് അക്ബറിനടുത്ത് കംപ്ലൈൻറ്റ് അക്ബർ കഴിക്കാൻ തന്നെ നാളെ പണിപ്പുരയിൽ പോകാൻ പോകണം. നോക്കി ആകെ ഇത്ര മാവുള്ളൂ നമ്മുടെ അടുത്ത്. ഇത് വെച്ച് ഈ 10-20 ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാനില്ല. നാളെ ഉച്ച വരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി വെക്കാം. ചപ്പാത്തി അതൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അരിയില്ല, മാവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണോ, ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കും. ഭക്ഷണം കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇക്ക തന്നെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പാനിയും അക്ബറും അഭിലാഷും ഒണിയിലും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. നമുക്ക് ഇതിനകത്ത് ആരെ പുറത്താക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്യുക. ശൈത്യനെ ആക്കിയാലോ, എനിക്ക് ശൈത്യനെ പുറത്താക്കാൻ ഇഷ്ടമൊന്നുമല്ല അപ്പാനി പറയണത്. എന്നാലും പിന്നെ നമ്മൾ ആരെങ്കിലും ഒരാളെ പുറത്താക്കണ്ടേ, റെഡ് സോണിലാക്കി ആക്കണ്ടേ, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിസ്കഷൻ നടത്തുന്നത്. അതാണ് ഇന്നിപ്പോൾ ലാസ്റ്റ് കേട്ടോ. പിന്നെ എന്നിട്ട് നാളത്തെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. അതായത് അക്ബർ പണിപ്പുര, അക്ബർ എന്തോ ഭയങ്കര ദേഷ്യത്തിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഏതോ കവറൊക്കെ വലിച്ചെറിയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പണിപ്പുരയിലേക്ക് ഇടിച്ച് കയറുന്നു. അത്ര വരെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓണയിലും റെന ഫാത്തിമയും തമ്മിലുള്ള ഭയങ്കര വഴക്ക്. നീ യൂസ്ലെസ് ആൽഫ ഗേളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് ഓണയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെയാണ് നാളെ എന്താണെന്ന് കണ്ടറിയാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോയിട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് അടിപൊളി ടാസ്കും കാര്യങ്ങളും നമുക്ക് തന്നെ ടെൻഷനാകും. ദൈവം ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ടെൻഷനാകും ശരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.